ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരു തക്കാളി കറിയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ചോറിന് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ഒരുപാട് കറികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ 2-3 തക്കാളി കറിയുണ്ട്. തക്കാളി വെണ്ടയ്ക്കയും അതേപോലെ തന്നെ തക്കാളി മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന കറികളൊക്കെയുണ്ട്. അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള കറിയാണ്. എന്നാൽ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഒരു ചെറിയ ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് പൊട്ടുന്നതിന് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് വേണ്ടത് മെയിനായിട്ട് തക്കാളിയും അതേപോലെ തന്നെ നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ ചെറുത്, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് നമ്മൾ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പാക്കറ്റ് ചെമ്മീനൊക്കെ കിട്ടില്ലേ, അതേപോലത്തെ ഒരു പാക്കറ്റ് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, നന്നായിട്ട് പഴുത്ത 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തക്കാളിയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ 2 ആണെങ്കിലും 3 ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ തക്കാളിയുടെ ടേസ്റ്റ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട് 4 എണ്ണം എടുത്തതേ ഉള്ളൂ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമുക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു ചീൻചട്ടിയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങിട്ട് കൊടുക്കുവാണ്. അതിനുശേഷം നല്ലതുപോലെ തന്നെ നമ്മുടെ ചെമ്മീനിലേക്ക് ശരിക്കും ഒന്ന് ചൂട് കയറി നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായിട്ട് വരണം. നമ്മുടെ ഈ ചെമ്മീൻ ചൂടാക്കുമ്പോൾ കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത് നമ്മൾ ചെമ്മീൻ കയ്യിലെടുത്ത് ഒന്ന് പതുക്കെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ 2ആയിട്ട് ഒടിഞ്ഞ് കിട്ടണം. അതാണ് കറക്റ്റുള്ള ഒരു പരുവെന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് തന്നെ ചൂട് കയറി വരുന്നവരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. കണ്ടതാ, ഇതേപോലെ 2ആയിട്ടൊന്ന് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങ് ഒടിഞ്ഞ് കിട്ടണം, അത്രയും മതിയാവും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി നമ്മുടെ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ പകുതി തന്നെ ആയിട്ടുണ്ട് ചെമ്മീൻ. ഇതാണ്ടോ, ഇതേപോലെ 2ആയിട്ട് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങ് ഒടിഞ്ഞ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ചെമ്മീൻ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കലാണ്. അതിനുശേഷം നമുക്കിത് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഇതേപോലൊരു നമ്മുടെ മൺചട്ടിയിലേക്ക് വേവിക്കാനായിട്ട് ചെമ്മീൻ മാറ്റി കൊടുക്കുവാണ്. നന്നായിട്ട് കഴുകിയെടുത്തതാട്ടോ. അതിനുശേഷം നന്നായിട്ട് തന്നെ വെള്ളം നമുക്ക് ഈ ചെമ്മീൻ്റെ മേളിൽ നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തക്കാളിയും കൂടി ചേർക്കുമ്പോൾ ഒപ്പത്തിന് നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത് കണക്കാക്കി കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 3 പച്ചമുളക് കീറിയതുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിക്കാനായിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് കഴിയുമ്പോൾ അതങ്ങ് ബാലൻസ് ആയി പൊക്കോളും. അവിടെ ഇരുന്ന് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. നമ്മുടെ ചെമ്മീൻ റെഡിയായി വരുന്ന സമയത്ത് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 തക്കാളിയും ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അരിഞ്ഞെടുക്കാം. തീരെ അങ്ങ് കനം കുറച്ച് പൊടിയായിട്ട് അരിയരുത് കേട്ടോ. തക്കാളി തീരെ ചെറുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കലങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ അരിയായിരിക്കും കുറച്ചും കൂടി നമ്മുടെ തക്കാളിക്കറിക്ക് എപ്പോഴും നല്ലത്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീനാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് തിളച്ച് ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന 4 തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം ഒപ്പത്തിനായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഒപ്പത്തിന് നിർത്താൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആദ്യമേ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പിന്നെ വേറെ പച്ചവെള്ളം എക്സ്ട്രാ ചേർക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തക്കാളി വെന്ത് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. തക്കാളി ആണെങ്കിലും നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഒന്നും വെന്തിട്ടില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി ഇരുന്ന് ഒന്ന് പതുക്കെ ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞും പോയിട്ടില്ല. ഇത് മതി, ഇതാണ് കറക്റ്റുള്ള പരുവം. ഇനി തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ട. തേങ്ങയും അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം.
കണ്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ വേറെ ഒന്നും തന്നെ ഇല്ല, ഇതെല്ലാം കൂടി ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് അത്രയും കൂടി മതിയാവും. നമ്മുടെ തേങ്ങയുടെ അരപ്പൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി. കണ്ടോ, നന്നായിട്ട് തിളച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മുടെ ചാറ് ഒന്നും കൂടി ഒന്ന് കുറുകിക്കോളൂ കേട്ടോ, തേങ്ങയുടെ അരപ്പായതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഗ്യാസ് ഓഫാക്കി നമുക്ക് കടുക് താളിക്കാനായിട്ട് തുടങ്ങാം. ഇതാ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. കടുക് താളിക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ചേർത്താൽ കേട്ടോ കടുക് താളിക്കേണ്ടത്, എന്നാലാണ് ആ ഒരു കറക്റ്റ് രുചി നമുക്ക് കിട്ടുള്ളൂ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 5 കുഞ്ഞുള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു 3-4 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഉള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി പതുക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, പതുക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, കാശ്മീരി റെഡ് ചില്ലിയാണ്. ഇതാ ഒരു 1/2 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിലും തൊട്ട് മേലെ അത്രയും മതിയാവും. അപ്പോൾ കരിഞ്ഞു പോകാതെ, നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് മിക്സാക്കി ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കടുക് തളിക്കുന്ന കറിക്ക് ലാസ്റ്റ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് തന്നെയാണെങ്കിലും നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ. കണ്ടോ, ആ വെളിച്ചെണ്ണയുടെ കൂടെ ആ മുളക് പൊടി കിടക്കുമ്പോൾ നല്ലൊരു കളർ തന്നെ നമ്മുടെ കറിക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടായി പോകരുത്. ഇനിയിപ്പോൾ ഈ താളിപ്പിൻ്റെ മണമൊക്കെ ആ കറിയിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചമ്മന്തി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപ്പുമാങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്ന ഉപ്പുമാങ്ങയാണ്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പുമാങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഉപ്പുമാങ്ങയുടെ. കൂടെ തന്നെ കുഞ്ഞുള്ളിയാണ്, ഒരു 10 കുഞ്ഞുള്ളിയുടെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം സൈസുള്ള 10 കുഞ്ഞുള്ളി. ഇനി ഇതിനകത്തേക്ക് കാന്താരി മുളകോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള ഉണ്ടമുളകോ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മുളക് ചേർക്കുമ്പോൾ എരിവൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാനൊരു 5-6 മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉണ്ടോ, അത്രയും മതിയാവും. ഇനി ഇതിനകത്തേക്ക് 2 ചെറിയ പെട്ടി തേങ്ങ ചിരകിയതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, അത്യാവശ്യം നന്നായിട്ടുള്ള 2 ചെറിയൊരു പിടി അത്രയും മതിയാവും. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയതും കൂടി നമ്മുടെ മാങ്ങയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ചമ്മന്തി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആയി പോകരുത് കേട്ടോ. ഇതേപോലെ ഇത്രയും മതിയാവും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്ന ആ ഒരു പരിവുണ്ടല്ലോ, അത് മതിയാവും. ശരിക്കും അങ്ങ് പേസ്റ്റ് പോലെ അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ തക്കാളിക്കറി എന്തായിരുന്നു നോക്കാവേ. കണ്ടോ, സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അടപ്പങ്ങ് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ ചെമ്മീൻ്റെയും അതേപോലെ തന്നെ തക്കാളിയുടെയും ആ കടുക് താളിച്ചതിൻ്റെയൊക്കെ ഒരു മണം നന്നായിട്ട് തന്നെ നമുക്ക് അടുക്കളയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. സൂപ്പറാണ്. ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി. ചോറിൻ്റെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് എല്ലാവരും കഴിക്കണേ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെ കൊണ്ട് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.